രണ്ടാം വട്ടവും എടപ്പാടി പളനിസ്വാമി ഗവർണറെ കണ്ടപ്പോഴാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള ക്ഷണം ലഭിക്കുന്നത്. എടപ്പാടിക്ക് പുറമെ പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ടി.വി. ദിനകരൻ, പ്രസിഡിയം ചെയർമാൻ കെ.എ. ചെങ്കോട്ടയൻ, ട്രഷറർ ദിണ്ടുകൽ ശ്രീനിവാസൻ, മന്ത്രിമാരായ വേലുമണി, തങ്കമണി എന്നിവരായിരുന്നു ഗവർണറെ കാണാനെത്തിയത്. ചൊവ്വാഴ്ച നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ണാ DMKയുടെ നിയമസഭാ കക്ഷി നേതാവായ എടപ്പാടി പളനിസ്വാമിയെ മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ഷണിക്കുന്നതെന്നാണ് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ എടപ്പാടി പളനിസ്വാമി 15 ദിവസത്തിനകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. നിലവിൽ OPS മന്ത്രിസഭയിൽ PWD മന്ത്രിയാണ് എടപ്പാടി പളനിസ്വാമി. 4 മണിക്ക് രാജ്ഭവനിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് തീരുമാനം. നിലവിലെ മന്ത്രിസഭയിൽ വിമതസ്വരം ഉയർത്തിപ്പോയ മുഖ്യമന്ത്രി O. പന്നീർശെൽവം, വിദ്യാഭ്യാസ മന്ത്രി K. പാണ്ഡ്യരാജൻ എന്നിവരൊഴികെയുള്ള എല്ലാവരും മന്ത്രിസഭയിലുണ്ടാകും. ചിലപ്പോൾ പുതുമുഖങ്ങളും കടന്നുവരാം. തമിഴകത്തെ 10 ദിവസം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് അറുതിയായിരിക്കുന്നു. ഇനി തമിഴകത്ത് EPS ഭരണം, OPSന്റെ ഗതി എന്താകുമെന്ന് വരും നാളുകളിൽ അറിയാം. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. 2001 O. പനീർസെൽവം തമിഴ്നാട് മുഖ്യമന്ത്രിയായ അതേ സാഹചര്യമാണ് ഇടപ്പാടി പളനിസ്വാമിക്കും മുഖ്യമന്ത്രി പദം നൽകുന്നത്. അന്ന് ജയലളിത അനധികൃത സ്വത്ത് സമ്പാദന കേസിൽപ്പെട്ട് അധികാരത്തിൽ നിന്നിറങ്ങിയപ്പോൾ തൻ്റെ വിശ്വസ്തനായ പനീർസെൽവത്തെ പദവിയേൽപ്പിച്ചതുപോലെ ശശികലയും ജയിലിലേക്ക് പോകും മുൻപ് തൻ്റെ വിശ്വസ്തനായ പളനിസ്വാമിയെ കസേരയിലെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പനീർസെൽവം ജയലളിതയ്ക്ക് എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് ചിന്നമ്മയ്ക്ക് പളനിസ്വാമിയും. ചിന്നമ്മയുടെ ഏതു തീരുമാനത്തിനും എല്ലാ കാലത്തും ഒപ്പം നിന്ന വിശ്വസ്തൻ. 1954 മാർച്ചിൽ ഇടപ്പാടിയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പളനിസ്വാമി സേലത്തെ ക്ഷീരകർഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പൊതുരംഗത്തേക്ക് കടക്കുന്നത്. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള രാഷ്ട്രീയ ജീവിതമാണ് പളനിസ്വാമിയുടേത്. എല്ലാ കാലത്തും പാർട്ടി നേതാവിനോട് വിശ്വസ്തത പുലർത്തി. ആദ്യം MGRനും പിന്നീട് ജയലളിതയ്ക്കും ഒടുവിൽ ശശികലയ്ക്കും വിധേയനായി നിന്ന പളനിസ്വാമിക്ക് മുഖ്യമന്ത്രി പദം കൈവരുന്നതും അതേ വിധേയത്വത്തിൻ്റെ പ്രതിഫലനമാണ്. സേലം ജില്ലയിലെ ഇടപ്പാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 4 തവണ നിയമസഭയിലെത്തിയിട്ടുള്ള പളനിസ്വാമി 2 തവണ മന്ത്രിപദത്തിലുമെത്തി. ജയലളിത മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന പളനിസ്വാമി ജയലളിതയുടെ വിശ്വസ്തരായ 4 പേരടങ്ങുന്ന 4 അണിയിൽ രണ്ടാമനായിരുന്നു. ഒന്നാമനായ പനീർസെൽവം ചിന്നമ്മയുടെ കണ്ണിൽ കരടായപ്പോൾ തമിഴ്നാടിൻ്റെ ഭരണനേതൃത്വം പളനിസ്വാമിയുടെ ചുമതലയായി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.